ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. വിശ്വാസത്തോടെ പാടാം. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. നമ്മുടെ സങ്കടങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് പാടാം. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. നമ്മുടെ നിയോഗങ്ങൾ ഓർത്തുകൊണ്ട് പാടാം. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. നമ്മുടെ തടസ്സങ്ങൾ ഓർത്തുകൊണ്ട് പാടാം. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് പാടാം. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് കൊടുത്തുകൊണ്ട് പാടാം. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. സാധിക്കുന്നവരൊക്കെ ഒന്ന് കരങ്ങൾ ഉയർത്തി എല്ലാം മറന്ന് ഈ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചസ്വരത്തിൽ ഈശോയെ നോക്കി നമുക്ക് എല്ലാവർക്കും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ നീ കടന്നു വരണേ കർത്താവേ, ഈ ആരാധനയുടെ മണിക്കൂറിലേക്ക് കടന്നു വരണേ കർത്താവേ. ഈ മക്കൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഇവരുടെ വേദനകളിലേക്ക്, സങ്കടങ്ങളിലേക്ക്, വിഷമങ്ങളിലേക്ക്, പ്രയാസങ്ങളിലേക്ക്, ആരോടും പറയാത്ത നൊമ്പരങ്ങളിലേക്ക് കടന്നു വരണേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശിരസ്സ് നമിച്ച് താണു വണങ്ങി ഈ ദിവ്യകാരണത്തെ ഓർത്തുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക് ആരാധനയുടെ മണിക്കൂറിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുക. എൻ്റെ മുൻപിൽ ഈശോ വന്നിരിക്കുന്ന നിമിഷം, രഥസ്രാവക്കാരി സ്ത്രീയെ തൊട്ട ദൈവം, ജേറോസിൻ്റെ മകളെ ഉയർപ്പിച്ച ദൈവം എൻ്റെ മുൻപിലുണ്ടെന്ന് ചിന്തിക്കുക. എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ച് വെച്ച് എന്നെ അനുഗ്രഹിക്കാനായിട്ട് അവിടുന്ന് വന്നിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ എത്ര വലുതാണെങ്കിലും, എൻ്റെ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ എത്രമാത്രം എന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും, എൻ്റെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകൾ എൻ്റെ ജീവിതത്തെ തകർക്കുന്നുണ്ടെങ്കിലും, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ നമുക്കതെല്ലാം ഇറക്കി വയ്ക്കാം. എന്നെ അറിയുന്ന, എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ, എൻ്റെ ഈശോയുടെ മുമ്പിൽ എനിക്കുള്ളതെല്ലാം ഈ നിമിഷം സമർപ്പിക്കാം. കർത്താവേ, നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ഈ ആരാധനയുടെ മണിക്കൂറിൽ എൻ്റെ ജീവിതത്തിൻ്റെ നിയോഗങ്ങളിൽ, എൻ്റെ സങ്കടങ്ങളിൽ, എൻ്റെ ആവശ്യങ്ങളിൽ കർത്താവേ നീ കടന്നു വരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആരൊക്കെ നിലവിളിച്ചിട്ടുണ്ടോ, ആരൊക്കെ സങ്കടങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി എൻ്റെ ദൈവമേ കടന്നു വരണമേ എന്ന് ഒത്തിരിയേറെ വേദനയോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ഈശോ തമ്പുരാൻ കടന്നു വന്നിട്ടുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ നമ്മുടെ എല്ലാ അസ്വസ്ഥതകളും നമുക്ക് ഏൽപ്പിക്കാം, നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഏൽപ്പിക്കാം, അവരോടും പറയാത്ത നമ്മുടെ നൊമ്പരങ്ങൾ നമുക്ക് ഏൽപ്പിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന്. നിങ്ങളുടെ ഹൃദയം
അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന്. ഒത്തിരിയേറെ അസ്വസ്ഥതകൾ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുള്ള, തടസ്സങ്ങളുള്ള, ഭയങ്ങളുള്ള, ഒത്തിരിയേറെ നിരാശയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പല മനുഷ്യരും സങ്കടപ്പെട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട്. അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം. ഒത്തിരിയേറെ സങ്കടങ്ങളാണ് മനസ്സിൽ, അസ്വസ്ഥതകളാണ് മനസ്സിൽ. ആരോടാ എന്താ പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല, എങ്ങനെ ജീവിക്കുമെന്നറിയാൻ പാടില്ല, മുൻപോട്ട് പോകാൻ പറ്റണില്ല. ജീവിതത്തിൽ അങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം എന്നെ കാണാൻ വന്നു. ആ കുടുംബം വന്നിട്ട് പറഞ്ഞ ഏറ്റവും വലിയ സങ്കടം ഇതാ, അച്ഛാ ജീവിക്കാൻ പറ്റണില്ല മുൻപോട്ട്. 52 ലക്ഷം രൂപ കടമുണ്ട്, 52 ലക്ഷം രൂപ കടമുണ്ട്. അച്ഛാ ആത്മഹത്യ മുൻപിലുള്ളൂ, ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാം, ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം. ഞാൻ അവരോട് പറഞ്ഞ അത്രയേ ഉള്ളൂ, പ്രാർത്ഥിച്ചു കൊള്ളാം. ഈ 52 ലക്ഷം മുൻപിൽ വെച്ചിട്ട് ഈ ചേട്ടന് വേറെ വഴികളൊന്നുമില്ല. മുൻപിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് വിറ്റ് പോകണം. എന്നാൽ ആ കാശ് കിട്ടിയാൽ കുടുംബം മുന്നോട്ട് പോകും, അല്ലെങ്കിൽ കടക്കാർ വീട്ടിൽ കയറി നിരങ്ങും. ആ ചേട്ടൻ പറഞ്ഞ സങ്കടം അതാ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോതമംഗലം ഭാഗത്ത് ഒരു ധ്യാനം നടക്കുന്നതിനിടയിൽ ധ്യാനം കഴിഞ്ഞിട്ട് ഒരു അമ്മ വന്ന് പറഞ്ഞ സങ്കടമുണ്ട്. അച്ഛാ ക്യാൻസറാ എൻ്റെ മോൾക്ക്, 22 വയസ്സായിട്ടുള്ളൂ അച്ഛാ, 22 വയസ്സായിട്ടുള്ളൂ. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ മോളെ ഓർത്ത് ഞാൻ സങ്കടപ്പെടാം. അച്ഛൻ പ്രാർത്ഥിക്കണം എൻ്റെ മോൾക്ക് വേണ്ടി. സ്നേഹം നിറഞ്ഞവരെ, നമ്മളൊക്കെ ഇങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങളായിട്ട് ജീവിക്കുന്നവരാ. കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, അസ്വസ്ഥതകൾ, ആരോടും പറയാത്ത ഇങ്ങനെ ഒത്തിരിയേറെ നൊമ്പരങ്ങൾ, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇതുമായിട്ട് ഒത്തിരിയേറെ സങ്കടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും. പലപ്പോഴും ജീവിതത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കേണ്ടി വരുന്ന അവസ്ഥകൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതെല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. ഈ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് ഈ നിമിഷം കൊടുക്കാം. നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളെയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും ഈ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നമുക്ക് ഏൽപ്പിക്കാം. എൻ്റെ സങ്കടങ്ങൾക്ക് ഉത്തരം തരുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഏൽപ്പിക്കാം. എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളിൽ ഇടപെടുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഏൽപ്പിക്കാം. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലേക്ക് നമ്മളെ തന്നെ, നമ്മുടെ പ്രശ്നങ്ങളെ തന്നെ നമുക്ക് ഈ നിമിഷം വെച്ചു കൊടുക്കാം. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. സന്നദ്ധയിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ ഏൽപ്പിക്കാം, നമ്മുടെ കുടുംബത്തെ ഏൽപ്പിക്കാം, ആരോടും പറയാത്ത നമ്മുടെ നൊമ്പരങ്ങളെ നമുക്ക് ഏൽപ്പിക്കാം. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് നമ്മുടെ കുടുംബത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ കൈക്കൊള്ളണേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തെ കൈക്കൊള്ളണേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ അസ്വസ്ഥതകളെ കൈക്കൊള്ളണേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടും നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ടും നമുക്ക് ഈ ആരാധനയുടെ മണിക്കൂറിൽ നമുക്കായിരിക്കാം. സ്നേഹം നിറഞ്ഞവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കപ്പെടുമ്പോഴും നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ കരങ്ങൾ വിരിച്ചു പിടിച്ച് ദൈവമേ കടന്നു വരണമേ എന്ന് നിലവിളിക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിതത്തിലെ പാപമാലിന്യങ്ങൾ കഴുകിക്കളയുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. നമ്മുടെ ജീവിതത്തിൻ്റെ പാപാവസ്ഥകൾ ദൈവത്തോട് ഏറ്റുപറയുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപാഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയുക. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷേ ജീവിതത്തിൽ ആ നിയോഗങ്ങൾ നടക്കണമെങ്കിൽ ദൈവത്തിന് കടന്നു വരാൻ പറ്റുന്നൊരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം, എൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുക, അടയാളങ്ങൾ ഉണ്ടാകുക.
പലപ്പോഴും ചിലപ്പോൾ എൻ്റെ കൊച്ചിന് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ കടബാധ്യത മാറാൻ വേണ്ടി, എൻ്റെ രോഗങ്ങൾ തീരാൻ വേണ്ടി, എൻ്റെ അസ്വസ്ഥതകൾ അകന്നു പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിന് കാരണം നമ്മുടെ ജീവിതത്തിലെ ചില പാപാവസ്ഥകൾ. ആ പാപാവസ്ഥകൾ ഏറ്റു പറയുമ്പോഴാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുക, ദൈവം നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുക, ദൈവം നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുക. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, തമ്പുരാൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ഈ നിമിഷം പാടി പ്രാർത്ഥിക്കാനായിട്ട് പോവുക. ജീവിതത്തിലെ അസ്വസ്ഥതകളിൽ, വേദനകളിൽ, സങ്കടങ്ങളിൽ കർത്താവിൻ്റെ കാരുണ്യം വന്ന് നിറയുവാൻ വേണ്ടി നമ്മൾ ഈ നിമിഷം പാടി പ്രാർത്ഥിക്കാൻ പോവുക. നമ്മുടെ ജീവിതത്തെ മുഴുവൻ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ ഏൽപ്പിച്ചു, നമ്മുടെ കുടുംബത്തെ നമ്മളെ ഏൽപ്പിച്ചു, നമ്മുടെ അസ്വസ്ഥതകളെ നമ്മളെ ഏൽപ്പിച്ചു. ഇനി നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ അസുഖങ്ങൾ, നമ്മുടെ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ കർത്താവ് കടന്നു വരുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന പാപാവസ്ഥകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് പോവുക. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മളെ തന്നെ നമുക്കൊന്ന് കൊടുക്കാം. ഒന്ന് ഓർത്ത് നോക്കിയേ, ദൈവത്തോട് ചെയ്തു കൂട്ടിയ ഒത്തിരിയേറെ തിന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവത്തോട് ചെയ്തു കൂട്ടിയ ഒത്തിരിയേറെ തിന്മകൾ ദൈവത്തിൻ്റെ മുമ്പിൽ അത് ഏൽപ്പിക്കാം. ദൈവത്തെ മാനിക്കാതിരുന്ന, ബഹുമാനിക്കാതിരുന്ന, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതിരുന്ന, വിശുദ്ധ കുർബാനയിൽ അലസമായിട്ട് നിന്ന, ദൈവം തൊട്ട വസ്തുക്കളെയും ദൈവാലയത്തെയും അവഗണിച്ച് ദൈവാലയത്തിന് വിശുദ്ധമായിട്ട് ആചരിക്കാതിരുന്ന നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് മുമ്പിൽ നമുക്ക് മാപ്പ് പറയാം. ദൈവത്തോട് ചെയ്തു കൂട്ടിയ തിന്മകളാണിതെല്ലാം. ദൈവമേ, നിന്നോട് ചെയ്തു കൂട്ടിയ തെറ്റുകളിൽ നീ എന്നോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിൻ്റെ കരുണ വർഷിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങളും നീട്ടി ഈ ദിവ്യകാരുണ്യനാഥനെ നോക്കി വിശ്വാസത്തോടുകൂടെ തമ്പുരാൻ്റെ കരുണയ്ക്ക് വേണ്ടി പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. വിശ്വാസത്തോടെ കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഈശോയുടെ സന്നിധിയിലെ 2 കരങ്ങളും നമുക്ക് നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ചെയ്തു കൂട്ടുന്ന തിന്മകളുണ്ട്. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ചെയ്യുന്ന തിന്മകളാണ്. വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ജീവിതം കൊണ്ട് ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ വെച്ച് ദൈവമേ എന്നോട് ക്ഷമിക്കണേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ വാക്കുകൊണ്ട് ഞാൻ ആരെയെങ്കിലും നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവമേ നീ എന്നോട് ക്ഷമിക്കണേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ അസ്വസ്ഥതകൾ നമ്മൾ സൃഷ്ടിക്കാറുണ്ട് നമ്മുടെ കുടുംബത്തിൽ, നമ്മളായിരിക്കുന്ന അവസ്ഥകളിലൊക്കെ. എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ എത്രയോ പേരെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ വെച്ച് നമുക്കത് ഏറ്റുപറയാം. ദൈവമേ, എൻ്റെ സഹോദരങ്ങളോട് ചെയ്തു കൂട്ടിയ തെറ്റുകളെ പ്രതി നീ എന്നോട് ക്ഷമിക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാം. കായേലിനോട് അങ്ങ് ക്ഷമിച്ചതുപോലെ എന്നോടും അങ്ങ് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവൻ ഏൽപ്പിച്ച് സഹോദരങ്ങളോട് ചെയ്തു കൂട്ടിയ തെറ്റുകളിൽ ദൈവമേ നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങളും നീട്ടി ഈ ദിവ്യകാരുണ്യനാഥനെ നോക്കി വിശ്വാസത്തോടുകൂടെ തമ്പുരാൻ്റെ കരുണയ്ക്ക് വേണ്ടി പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. വിശ്വാസത്തോടെ കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. നമുക്ക് 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഈ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ സ്വന്തം ശരീരത്തോട്, സ്വന്തം ജീവിതത്തോട് നമ്മൾ ചെയ്തു കൂട്ടിയ തിന്മകളുണ്ട്. സ്വയം ഭോഗം, തെറ്റായിട്ടുള്ള ചിന്താഗതികൾ, തെറ്റായിട്ടുള്ളത് കാണലുകൾ, തെറ്റായിട്ടുള്ളത് പറയലുകൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ നിമിഷം ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ സ്വന്തം ശരീരത്തെ ദൈവത്തിൻ്റെ ആലയം പോലെ കാത്തു സൂക്ഷിക്കേണ്ട സ്വന്തം ശരീരത്തെ പിശാചിൻ്റെ കോട്ടയാക്കി ഞാൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ, ശരീരത്തിൻ്റെ വിശുദ്ധി ഞാൻ കാത്തു സൂക്ഷിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ,
എൻ്റെ മനസ്സുകൊണ്ട്, എൻ്റെ ചിന്തകൾ കൊണ്ട്, എൻ്റെ കണ്ണുകൊണ്ട്, എൻ്റെ കരങ്ങൾ കൊണ്ട് എൻ്റെ ശരീരത്തെ ഞാൻ അശുദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ വെച്ച് ദൈവമേ എന്നോട് ക്ഷമിക്കണേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. നിൻ്റെ കരുണ എൻ്റെ ജീവിതത്തിലേക്ക് നീ ഒഴുക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. സ്വന്തം ശരീരത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും ഓർത്ത് ഈ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവേ നിൻ്റെ കരുണ വർഷിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും നീട്ടിപ്പിടിച്ച് വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, അലിവ് തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഒരിക്കൽ കൂടി കരുണ തോന്നണേ, അലിവ് തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ശിരസ്സ് നമിച്ച് താണു വണങ്ങി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് റൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. അച്ഛൻ ആ വചനം ഒന്നും കൂടി പറയാം. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. കർത്താവിനോട് പ്രാർത്ഥിച്ചു, അവിടുന്ന് ഞങ്ങളുടെ സ്വരം ശ്രവിച്ചു എന്ന്. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യവും ഇതുതന്നെയാണ്. ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്ന നിമിഷമാണിത്. അതോടൊപ്പം തന്നെ സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായം 16-ാം തിരുവചനം ചേർത്ത് വെച്ച് വായിക്കണം. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അവിടുന്ന് എൻ്റെ സ്വരം ശ്രവിച്ചു എന്ന്. സ്നേഹം നിറഞ്ഞവരെ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലായിരിക്കുന്ന നിമിഷം നമ്മുടെ ഓരോ വേദനകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. നമ്മൾ ഓർക്കണം, നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമ്മൾ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ പാപാവസ്ഥകൾക്ക് വേണ്ടി തമ്പുരാൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനിയാണ് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം നമ്മൾ ചെയ്യാൻ പോവുക. നമ്മുടെ ഓരോ അവസ്ഥകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. സാധിക്കുന്നവരൊക്കെ മുട്ടുകുത്തി നിൽക്കുക. സാധിക്കുന്നവരൊക്കെ ഇച്ചിരിയൊക്കെ പെയിൻ എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയും. പറ്റാവുന്നവരൊക്കെ ഇച്ചിരി പെയിൻ എടുത്ത് പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ വേദന സഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ നമുക്ക് വേണ്ടി ഗാഗുൽത്താമലയിൽ ചിന്തിയ തിരുരക്തത്തോട് ചേർത്ത് വെച്ച്, അവൻ സഹിച്ച പീഡാസഹനങ്ങളോട് ചേർത്ത് വെച്ച് ഞാനും ഈ വേദന സഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരവുണ്ടാകും. ഞാൻ സങ്കടത്തോടെ ഇച്ചിരി വേദന സഹിച്ച് ദൈവമേ എന്ന് നിലവിളിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ്റെ കൃപാഭിഷേകം കടന്നു വരും. എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ്റെ ഒത്തിരിയേറെ വിടുതലുകൾ കടന്നു വരും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, സാധിക്കുന്നവരൊക്കെ ഇച്ചിരി വേദന സഹിച്ചിട്ടാണെങ്കിലും തമ്പുരാൻ്റെ മുമ്പിൽ നമ്മുടെ വേദനകൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി, സങ്കടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം നമുക്ക് ഏറ്റവും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. വാവാ ഈശ്വനാഥ എന്ന ഗാനത്തിൻ്റെ ഈരടികൾ മാത്രം പാടിയാണ് നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിൽ പല അസ്വസ്ഥതകളും മാറാൻ ഈശോ എന്ന നാമം കടന്നു വരണം. അതോടൊപ്പം തന്നെ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരണം, നമ്മുടെ വേദനകളിലേക്ക്, പ്രയാസങ്ങളിലേക്ക് കടന്നു വരണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ മാറിപ്പോകുക, ആകുലതകൾ അകന്നു പോകുക, ഭയങ്ങൾ വിടുതൽ ഒക്കെ ലഭിക്കുക ആ സമയത്ത്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ഈ നിമിഷം വിശ്വാസത്തോടെ കൂടെ പ്രാർത്ഥിക്കാം. ഒത്തിരി നൊമ്പരങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്, ആരോടും പറയാത്ത സങ്കടങ്ങൾ നമുക്കുണ്ട്. മറ്റു പലരുടെയും മുൻപിൽ നമ്മളിങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരിയേറെ കരയുന്നവരാണ് നമ്മളൊക്കെ. ആരും അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരിയേറെ തേങ്ങലുകളും വിങ്ങലുകളൊക്കെ നമുക്കുണ്ട്. അത് ഈശോയുടെ മുമ്പിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആരെയും നോക്കണ്ട, ഈശോയെ മാത്രം നോക്കിയാൽ മതി. ഈശോയെ മാത്രം നോക്കിയാൽ മതി. എൻ്റെ സങ്കടങ്ങളുടെ നടുവിൽ എനിക്ക് ഈശോ മാത്രമേ ഉള്ളൂ.
എൻ്റെ ജീവിത പങ്കാളി ഉണ്ടാവില്ല, എൻ്റെ മക്കൾ ഉണ്ടാവില്ല, എൻ്റെ കൂടപ്പിറപ്പുകൾ ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല എൻ്റെ കൂടെ. ഈശോ മാത്രമേ ഉണ്ടാവുള്ളൂ, ഈശോ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഈശോയെ നോക്കിയിട്ട് നമ്മൾ പാടി പ്രാർത്ഥിക്കാൻ പോവാ. ഈശോയെ, എൻ്റെ ഈ പ്രശ്നം, എൻ്റെ ഈ വേദന, എൻ്റെ ഈ സങ്കടം, അതിലേക്ക് നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാൻ പോവാ, കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാൻ പോവാ. പ്രഭാഷകൻ്റെ പുസ്തകം 33-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല, ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും, ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട, കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും, ഇസ്രായേൽ ദൈവമായിരിക്കും നിങ്ങളുടെ കാവൽക്കാരൻ. ദൈവത്തിന് മുമ്പിൽ നമ്മളായിരിക്കുന്ന ഈ നിമിഷം നമ്മുടെ എല്ലാ വേദനകളും നമുക്ക് ഈ നിമിഷം ഓർക്കാം, നമ്മുടെ എല്ലാ വേദനകളും നമുക്ക് ഈ നിമിഷം ഓർക്കാം. നമ്മുടെ കുടുംബത്തെ ഓർക്കാം, നമ്മുടെ ജീവിത പങ്കാളിയെ ഓർക്കാം, മക്കളെ ഓർക്കാം. എല്ലാ വേദനകളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദിവ്യകാരുണ്യനാഥനായ ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങളും നീട്ടി ഈ ദിവ്യകാരുണ്യനാഥനെ നോക്കി വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കാം. വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വാവാ യേശുനാഥ. ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വാവാ യേശുനാഥ. നമുക്ക് ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിക്കാം. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 50-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിൻ്റെ കഷ്ടതയുടെ കാലത്ത് നീ എന്നോട് നിലവിളിക്കുക, ഞാൻ നിന്നെ രക്ഷിക്കും. നിൻ്റെ കഷ്ടതയുടെ കാലത്ത് നീ എന്നോട് നിലവിളിക്കുക, ഞാൻ നിന്നെ രക്ഷിക്കും. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ കടബാധ്യതകളുണ്ട്. ഒത്തിരി മനുഷ്യർ കടബാധ്യതകൾ മൂലം വലയുന്നുണ്ട്. പല മനുഷ്യരും എന്നോട് വന്ന് പറയുന്ന കാര്യം ഇതാച്ചാ, സാമ്പത്തികമായിട്ട് ഒത്തിരി തകർന്നു പോയ മനുഷ്യരാണ് ഞങ്ങൾ. കടങ്ങളുണ്ടച്ചാ, ഒത്തിരി കടങ്ങളുണ്ട്, ലോൺ എടുത്തിട്ട് മക്കളെ പഠിപ്പിക്കണേ, ഒത്തിരിയേറെ ബാധ്യതകളുണ്ടച്ചാ, എന്ത് ചെയ്യുന്നറിയാൻ പാടില്ല. നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ട് കടബാധ്യതകൾ. സാമ്പത്തികമായിട്ട് ഒത്തിരിയേറെ ഞെരുക്കപ്പെടുന്ന അവസ്ഥകൾ നമുക്കെല്ലാവർക്കും ഉണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക മേഖലയെ മുഴുവൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, കർത്താവെ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിലേക്ക് അങ്ങ് കടന്നു വന്ന് ഞങ്ങളുടെ കടബാധ്യതകൾ അകറ്റി ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങളും നീട്ടി വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കുക. വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വാവാ യേശുനാഥ. ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ഒത്തിരി അസ്വസ്ഥതകൾ, അസുഖങ്ങൾ മൂലം വലയുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 26-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. നമ്മുടെ ഇടയിലെ ഒത്തിരി അസുഖങ്ങൾ മൂലം വലയുന്നവർ ഒത്തിരിയേറെ പേരുണ്ട്. ആശുപത്രികളിലായിരിക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ക്യാൻസർ മൂലം, മാരകമായ അസുഖങ്ങൾ മൂലം സങ്കടപ്പെടുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുന്ന നമ്മുടെ എല്ലാ അസുഖങ്ങളും ഈ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കാരണം എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് എൻ്റെ മുൻപിലുണ്ട്, എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് എൻ്റെ മുൻപിലുണ്ട്. രക്തസ്രാവക്കാരി സ്ത്രീയുടെ അസുഖം മാറ്റിയ തമ്പുരാൻ, ബദിരന് കേൾവി നൽകിയ തമ്പുരാൻ, അന്ധന് കാഴ്ച നൽകിയ തമ്പുരാൻ എൻ്റെ മുൻപിലുണ്ട്. ദൈവമേ, എൻ്റെ ഈ അസുഖത്തിലേക്ക്, എൻ്റെ ഈ ക്ലേശത്തിലേക്ക് നീ കടന്നു വരണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങൾ നീട്ടി വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിച്ചേ. വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ,
ഇരുകരങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. നമ്മൾ അടുത്തതായിട്ട് സമർപ്പിക്കാൻ പോകുന്നത് പഠിക്കുന്ന ഓരോ മക്കളെയും, വിവിധങ്ങളായി പരീക്ഷകൾ എഴുതുന്ന പഠിക്കുന്ന ഓരോ മക്കളെയും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ, +2, +1 പഠിക്കുന്ന മക്കൾ, OET IELTS പരീക്ഷയ്ക്ക് പഠിക്കുന്ന മക്കൾ, അതോടൊപ്പം തന്നെ ജർമ്മൻ എക്സാമിന് വേണ്ടി പഠിക്കുന്ന മക്കൾ, പലവിധ പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്ന മക്കളുണ്ട്, PSC ടെസ്റ്റിന് വേണ്ടി പഠിക്കുന്ന മക്കളുണ്ട്, പലവിധ ഇൻ്റർവ്യൂവിന് വേണ്ടി പഠിക്കുന്ന മക്കളുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കത് ഏൽപ്പിച്ചു കൊടുക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 1-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. നമ്മുടെ കുടുംബത്തിൽ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പരീക്ഷകൾക്ക് വേണ്ടി, ഇൻ്റർവ്യൂവിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത്, ഈ ദിവ്യകാരുണ്യ നാഥൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവേ നീ കടന്നു വന്ന് ജ്ഞാനം നൽകി, അഭിഷേകം നൽകി, പഠിക്കുന്ന ഓരോ മക്കളും, പരീക്ഷ എഴുതുന്ന ഓരോ മക്കളും രക്ഷിക്കപ്പെടുവാൻ നിൻ്റെ പദ്ധതി ആ മകനിൽ, ആ മകളിൽ വിഭാവനം ചെയ്യപ്പെടുവാൻ കർത്താവെ നീ ഇടവരുത്തണേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ, +1, +2 പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ജ്ഞാനം കൊണ്ട് നിറയപ്പെടുവാൻ വേണ്ടി, തമ്പുരാൻ്റെ പദ്ധതി ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുവാൻ വേണ്ടി ഈ നിമിഷം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് പഠിക്കുന്ന എല്ലാ മക്കളിലേക്കും ഈശോനാഥ നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങൾ നീട്ടി വിശ്വാസത്തോടെ ഈ നിമിഷം നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നമുക്ക് ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിക്കാം. നമ്മുടെയൊക്കെ കുടുംബത്തിൽ വിദേശത്ത് പോയി നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന മക്കൾ ഒത്തിരിയേറെ പേരുണ്ട്. ഒത്തിരിയേറെ പേര് പഠിക്കാൻ പോയിട്ടുള്ള മക്കളുണ്ട്, അതോടൊപ്പം തന്നെ ജോലിക്കായിട്ട് പോയിട്ടുള്ളവരുണ്ട്. ചിലപ്പോൾ ജീവിത പങ്കാളിയായിരിക്കാം, മക്കളായിരിക്കാം, കൂടപ്പിറപ്പുകളായിരിക്കാം, കുടുംബത്തിലുള്ളവരായിരിക്കാം. ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഏൽപ്പിക്കാം. ദൈവത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിക്കാം. യുദ്ധത്തിൻ്റെ കെടുതികൾ മൂലം വേദന അനുഭവിക്കുന്ന ഒത്തിരി മക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവർ ഒത്തിരിയേറെ സങ്കടത്തോടെയാണ് ഓരോ ദിവസവും ജീവിക്കുക. ഒത്തിരിയേറെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിലുണ്ട്. നമുക്ക് ചിന്തിക്കാൻ പറ്റാവുന്നതിലധികം ഒത്തിരിയേറെ വേദനിക്കുന്നവരവർ, കുടുംബത്തോടൊപ്പം ജീവിക്കേണ്ടവർ, ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ചിലപ്പോൾ ആരും ഉണ്ടാവില്ല അവരുടെ സങ്കടങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ, ആരും ഉണ്ടാവില്ല അവരോടൊപ്പം ഇരിക്കാൻ. ഒത്തിരിയേറെ തന്നെ ജീവിക്കപ്പെടുന്ന ജീവിതങ്ങളാണ് പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവർ. നമുക്ക് നോക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നത്തില്ല, പക്ഷെ അവരുടെയൊക്കെ വേദനകൾ വലുതാ. പലരും വിളിച്ചിട്ട് പറയാറുണ്ട്, അച്ഛാ കുടുംബത്തിന് വേണ്ടിയിട്ട് അച്ഛാ ഇവിടെ വന്ന് കഷ്ടപ്പെടണേ, പക്ഷെ കുടുംബത്തിന് വേണ്ട ഞങ്ങളെ പലരും വന്ന് പറയുന്ന സങ്കടം അത്, പല വിദേശികളും പറയുന്ന സങ്കടം അത്. അതോടൊപ്പം തന്നെ വിദേശത്ത് പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്ന നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. അവർക്ക് വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ആരെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അവസ്ഥകളുമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അവരുടെ സങ്കടങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 46-ാം അധ്യായം 4-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. വിദേശത്തായിരിക്കുന്ന പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്ന ഓരോ മക്കളെയും ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, കർത്താവേ അവരുടെ കൂടെ ഉണ്ടാകണേ, അവരുടെ സങ്കടങ്ങളിൽ അവരുടെ കണ്ണീരൊപ്പാൻ നീ കൂടെ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്നും പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് അവരുടെ ജീവിതത്തിൽ ഈശോ കടന്നു വരാൻ വേണ്ടി വിശ്വാസത്തോടെ നമുക്ക് ഈ നിമിഷം പാടി പ്രാർത്ഥിക്കാം. നമുക്ക് ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്ന നിമിഷമായത്. റൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം
11 തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. മക്കളെ, ഭയപ്പെടേണ്ട, നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം. മക്കളെ, ഭയപ്പെടേണ്ട, നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം. ഞാൻ ആവശ്യപ്പെടുന്ന ഏത് കാര്യവും ചെയ്യാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുക. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, അച്ഛൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ആരൊക്കെ നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആരൊക്കെ സങ്കടങ്ങളുടെ നടുവിൽ ദൈവമേ എന്ന് കരഞ്ഞ് നിലവിളിച്ചിട്ടുണ്ടോ, ആരൊക്കെ വിശ്വാസത്തോടുകൂടെ തമ്പുരാൻ്റെ മുമ്പിൽ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ നെടുവീർപ്പോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുത്ത ചരിത്രം ഈ ദിവ്യകാരുണ്യത്തിന് മുൻപിലുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും കരയുന്ന മനുഷ്യൻ്റെ കണ്ണീരൊപ്പുന്ന ദൈവത്തെ, സങ്കടങ്ങളുടെ നടുവിൽ നിലവിളിക്കുന്നവൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ദൈവത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. രക്തസ്രാവക്കാരി സ്ത്രീയോട് ഈശോ പറഞ്ഞില്ലേ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോടും എനിക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ്. നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിക്കാൻ പോവുക. നിന്റെ വിശ്വാസമാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനായിട്ട് കാരണമായി പോകുക. നിന്റെ വിശ്വാസമാണ് നീ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവം നടത്തി തരുന്നതിന് കാരണമായി തീരുക. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ നമ്മളൊന്ന് പാടി പ്രാർത്ഥിക്കാൻ പോവുക. ഒത്തിരി അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ആരോടും പറയാത്ത അസ്വസ്ഥതകൾ, തടസ്സങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. എല്ലാം ഒന്ന് ഓർക്കാം. എൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ നമ്മുടെ ഓരോ അസ്വസ്ഥതകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിലൊന്നും പെടാത്ത ചില അസ്വസ്ഥതകളും നമുക്കുണ്ടാകാം. ചിലപ്പോൾ ഒരു ജോലി കിട്ടാത്ത അവസ്ഥകളുണ്ടാകാം, ആരും മനസ്സിലാക്കാത്ത അവസ്ഥകളുണ്ടാകാം, ചില നെടുവീർപ്പുകളുണ്ടാകാം, മനസ്സിന് സമാധാനമില്ലാത്ത അവസ്ഥകളുണ്ടാകാം, ഒത്തിരിയേറെ ഭയങ്ങൾ, ആകുലതകൾ എൻ്റെ ജീവിതത്തിലുണ്ടാകാം. അതൊക്കെ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇരു കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എൻ്റെ അസ്വസ്ഥതകൾ മുഴുവൻ ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നമുക്ക് വിട്ടുകൊടുക്കാം. ഈശോനാഥൻ പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈശോയെ, നീ എൻ്റെ ജീവിതത്തിലെ ഈ അസ്വസ്ഥതകളിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആരോടും പറയാത്തൻ്റെ ഈ നൊമ്പരങ്ങളിൽ ഇടപെടണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, രണ്ട് കരങ്ങളും നീട്ടി ഈ ദിവ്യകാരുണ്യനാഥനെ നോക്കി നമ്മുടെ ജീവിതത്തിലേക്ക്, എൻ്റെ ഈ ശരീരത്തിലേക്ക്, എൻ്റെ ഈ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക് കടന്നു വരണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി സാധിക്കുന്നവരൊക്കെ കരങ്ങൾ ഉയർത്തി ഈ ദിവ്യകാരുണ്യനാഥനെ നോക്കി ഇന്ന് വിശ്വാസത്തോടെ സ്തുതിക്കാൻ പോവുക. ഞാൻ എപ്പോഴും ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈശോനാമം വിളിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഈശോ കടന്നു വരും. കാരണം ഈശോയുടെ നാമം ശക്തമായ നാമ, പരിപാവനമായ നാമ, കെട്ടുകൾ അഴിക്കുന്ന നാമ, ബന്ധനങ്ങൾ പൊട്ടിക്കുന്ന നാമ. കാരണം ഈശോനാമത്തിന് ഒത്തിരി ശക്തിയുണ്ട്, ഈശോനാമത്തിന് ഒത്തിരിയേറെ ശക്തിയുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ഈശോനാമം വിളിക്കുന്ന നിമിഷമാണ് ഇത്. ഈശോനാമം വിളിക്കുന്ന ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും ഓർത്ത് നമുക്ക് ഈശോയെ വിളിക്കാം. ഈശോയുടെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അഭിഷേകവും ഒത്തിരി അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 4-ാം അധ്യായത്തിൽ 12-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അത് ഈശോയുടെ നാമം മാത്രമാണ്, മറ്റൊരു നാമമില്ല ഈശോയുടെ നാമമല്ലാതെ.
നമുക്ക് രക്ഷയ്ക്കായി ഒരു നാമം മാത്രമേ ഉള്ളൂ. സ്നേഹം നിറഞ്ഞവരെ, നമ്മളൊക്കെ പ്രാർത്ഥിച്ച് ഓരോ നിയോഗങ്ങൾ നടക്കാൻ വേണ്ടി, ഓരോ സങ്കടങ്ങൾക്ക് ഉത്തരം തരാൻ വേണ്ടി. പക്ഷേ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈശോയെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാം മറന്ന് ഈ ജീവിക്കുന്ന ദൈവത്തെ നോക്കി, ഈ ദിവ്യകാരൻ്റെ നാഥനെ നോക്കി വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമം വിളിച്ച് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, 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 ഈശോയെ വിശുദ്ധീകരിക്കണേ, ഈശോയെ അനുഗ്രഹിക്കണേ, ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോ, 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 ഈശോയെ, 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 ഈശോയെ കടന്നു വരണേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോ, 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 ഈശോ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ നമ്മുടെ കൂടെയുണ്ട്. ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ആത്മാവിനെ വിളിച്ച് 4 വരി നമുക്ക് പാടി ഈശോ വരുന്നതോടൊപ്പം ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയപ്പെടുവാൻ വേണ്ടി വിശ്വാസത്തോടുകൂടെ ഈ നിമിഷം നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ചേർന്ന് പാടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. ഒന്നും കൂടി വിശ്വാസത്തോടെ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്കിപ്പോൾ ഒരുങ്ങാം. നമ്മുടെ ജീവിതത്തെ മുഴുവൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു. നമ്മുടെ പാപങ്ങളെ ഓർത്ത് തമ്പുരാൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ കടന്നു വരാൻ വേണ്ടി വിശ്വാസത്തോടെ നിലവിളിച്ചു. അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന നിമിഷമായത്. വിശ്വാസത്തോടെ ഈ ദിവ്യകാരണത്തിൻ്റെ മുമ്പിൽ നമുക്കായിരിക്കാം. മൗനമായി ഒരു നിമിഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഈശോയോട് പറയാനുണ്ടെങ്കിൽ ഈശോയോടൊന്ന് പറയാം. ഈശോയുടെ മുമ്പിൽ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ സങ്കടങ്ങളും നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈശോയെ എൻ്റെ കൂടെ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഉണ്ടാകണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാം. തളർന്നു പോകുമ്പോൾ, തകർന്നു പോകുമ്പോൾ, ആരും കൂടെ ഇല്ലാതിരിക്കുമ്പോൾ, എൻ്റെ സങ്കടങ്ങൾ ആരും മനസ്സിലാക്കാതിരിക്കുമ്പോൾ, എന്നെ ആർക്കും ഇഷ്ടമില്ലാതിരിക്കുമ്പോൾ
ഈശോയെ നീ എൻ്റെ കൂടെ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കാം. തോറ്റുപോകുമ്പോൾ, എല്ലാവരും കുറ്റം പറയുമ്പോൾ, എല്ലാവരും പരിഹസിക്കുമ്പോൾ, ഞാൻ ചെയ്തതൊന്നും ശരിയാകാതിരിക്കുമ്പോൾ, ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടവനെ പോലെ നിൽക്കേണ്ടി വരുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടാകണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഉണ്ടാകണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ഈശോയുടെ സന്നിധിയിലേക്ക് രണ്ട് കരങ്ങൾ നീട്ടിപ്പിടിക്കാം. എല്ലാം മറന്ന് നമ്മൾ ഈശോയെ എന്ന് വിളിക്കാൻ പോവുക. നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ അസ്വസ്ഥതകളിലേക്ക് ഒക്കെ ഒന്ന് വിളിക്കാൻ പോവുക. ഞാൻ പറയാം, നിങ്ങളാരും ശിരസ് നമിക്കേണ്ട. മോശയോട് പറഞ്ഞു, ഈശോ പറഞ്ഞൊരു മോശയോ പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോൾ ദൈവം പറഞ്ഞൊരു ഡയലോഗുണ്ട്. മോശയെ, നീ നിൽക്കുന്നിടം പരിശുദ്ധ, നീ പ്രാർത്ഥിക്ക്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, നീ നിൽക്കുന്നിടം പരിശുദ്ധമായൊരുട. ഒത്തിരി പേരുടെ കണ്ണീരിന് ഉത്തരം കൊടുത്ത് ദൈവം എൻ്റെ മുമ്പിലായിരിക്കുന്ന നിമിഷമായത്. സ്നേഹം നിറഞ്ഞവർ, രണ്ട് കാര്യങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് നീട്ടിപ്പിടിക്കാം. ഈശോയുടെ മുഖത്തേക്ക് നോക്കാം. ഈശോയുടെ മുഖത്തേക്ക് നോക്കാം. ഈശോ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. അവനെ നോക്കിയവരൊക്കെ സുഖം പ്രാപിച്ചിട്ടുണ്ട്, അവൻ തൊട്ടവരൊക്കെ സുഖം പ്രാപിച്ചിട്ടുണ്ട്, അവൻ്റെ നിഴൽ വീണവരൊക്കെ സുഖം പ്രാപിച്ചിട്ടുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ഈ ദിവ്യകാരുണ്യ നാഥന് മുമ്പിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചു കൊടുത്ത് രണ്ട് കരങ്ങളും നീട്ടിപ്പിടിച്ച് ഈ ദിവ്യകാരുണ്യ നാഥനെ നോക്കി ഈശോയെ ഈശോയെ എന്ന് മാത്രം വിളിച്ച് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഈശോ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവായ ദൈവമേ, മക്കൾ ഓരോരുത്തരും കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഇവരെ അനുഗ്രഹിക്കണേ ഈശോയെ, ഇവരെ ചേർത്ത് പിടിക്കണേ ഈശോയെ, ഇവരെ ചേർത്ത് പിടിക്കണേ ഈശോയെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. 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 കടന്നു വരണേ ഈശോയെ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണേ ഈശോയെ, അങ്ങയുടെ കൃപയൊഴുക്കണേ കർത്താവേ, അങ്ങയുടെ രക്തത്താൽ ഇവരെ കഴുകണേ ഈശോയെ, ഇവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കണേ ഈശോയെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശിരസ്സ് നമിച്ച് താണു വണങ്ങി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നും ഞങ്ങളുടെ കൂടെ ജീവിച്ചു വാഴുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്